സത്യം പറഞ്ഞാൽ ആ സ്ഥാനത്തിൽ എനിക്ക് ഇന്നസെൻ്റ് അങ്കിൾ കഴിഞ്ഞിട്ട് വേറെ ആരും നോക്കാം. ഇപ്പോൾ ലാലേട്ടൻ ഉണ്ടെങ്കിലും പക്ഷെ നത്തിങ് ലൈക്ക് ഇന്നസെൻ്റ് അങ്കിൾ. കാമസൂത്ര ചെയ്യുന്ന സമയത്ത് ശ്വേതാ മേനനല്ല, ദ ഗേൾ ഈസ് ഹോട്ട്. അതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. ഇന്ന് കാമസൂത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കൂ ഞാൻ ചെയ്യുമെന്ന്. ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെ സിനിമയായി. എനിക്ക് മോൾക്ക് കൊടുക്കാനുള്ള ഒരു വലിയൊരു ബൈബിളായി. ഞാൻ അവൾക്ക് കൊടുക്കാൻ ആ ഒരു ഹാർഡ് കോപ്പി ഉണ്ട് എൻ്റെ അടുത്ത്. അത് അവൾക്ക് ഞാൻ കൊടുക്കും. ഞാൻ അമ്മയുടെ അടുത്തുനിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വേറെ ഒരു ഓർഗനൈസേഷനിൽ പോയിട്ട് ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ WCCൻ്റെ ഭാഗമല്ലേ? ആണോ? ഞാൻ WCCയോ? ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് അറിയണത് WCC. പക്ഷെ എന്നെ അവരാരും വിളിച്ചിട്ടുമില്ല, അതിൻ്റെ ഞാൻ ഭാഗമോ ആയിട്ടില്ല. കള്ളത്രം പറഞ്ഞാൽ ഈ ആരാണെങ്കിലും, അത് ഇവരല്ല ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. കാമസൂത്ര എന്നോട് പറയുന്ന പരസ്യത്തിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-25 വർഷം മുതലുള്ള കഥയത്. ഇന്ന് അങ്ങനെ ഒരു പരസ്യത്തിലൊരു പെൺകുട്ടി അഭിനയിക്കുന്നു എന്ന് പറയുന്നതൊന്നും ആളുകൾക്കൊരു വാർത്തയാവില്ല. അന്ന് ചെയ്യുമ്പോൾ ഒരു ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ആ ഒരു പരസ്യം അത് ബിക്കോസ് ഞാനൊരു മലയാളി കുട്ടിയായതുകൊണ്ടാണല്ലേ. അത് എൻ്റെ മുമ്പേ വേറെയും 2 മോഡൽസ് ഉണ്ടായിരുന്നു. അവരാരും ലോകം ആരും നോക്കിയില്ല, എന്നെ മാത്രമേ ഇങ്ങനെ നോക്കിയുള്ളൂ. നമ്മളെ കുഴപ്പമാണ്. അല്ല, എന്നാലും ഇത് വേണമെന്നെടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. യെസ്, ഞാൻ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ അത് ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അന്ന്? അച്ഛൻ പോലും ഒന്നുമില്ല? ഇല്ല. എൻ്റെ അച്ഛനമ്മയാണ് ഏറ്റവും ജാസ്തി പാവം ഇവിടെ ബുദ്ധിമുട്ടിയത്. മറ്റേ ഫുൾ മീഡിയ ചില ആൾക്കാർ കയറി വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു, നിങ്ങളുടെ മോൾ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അപ്പോഴാണ് അറിയണത് അങ്ങനെ. ബിക്കോസ് നമ്മളെ കാമസൂത്ര ഇൻ്റർനാഷണൽ അത് ഞാൻ ചെയ്ത ആഡ് ബ്ലാക്ക് ബുക്കിൽ പോയിട്ടുണ്ട്. ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ബൈബിൾ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ബ്ലാക്ക് ബുക്കാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ ഈ ഒരു നെഗറ്റീവ് ദിസിങ്. ഇവിടെ എപ്പോഴും ഒരു നെഗറ്റീവ് ന്യൂസാണ് കുറച്ചും കൂടിയും ആൾക്കാർ ഇഷ്ടം. നല്ല ഇപ്പോൾ ഇവിടെ കുറേ മിസ് ഇന്ത്യാസ് പാർട്ടിസിപ്പൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർവതി ഓംനക്കുട്ടനാണെങ്കിലും, പണ്ട് എൻ്റെ കസിനായിരുന്നു അരുണ ചേച്ചി, അവരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നുമല്ല, ഇന്നും കാമസൂത്രയാണ്. അല്ല, ആളുകൾക്ക് ഇന്ന് കാമസൂത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കൂ ഞാൻ ചെയ്യുമെന്ന്. ചെയ്യും. പിന്നെ എൻ്റെ ആൾക്കാർ വരുന്നേ വരട്ടെ. ഇന്ന് വരൂല. എന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാമസൂത്രയിൽ അങ്ങനെയൊന്നുള്ളതല്ല. അന്നത്തെ ആ ഒരു കാലത്തിൽ അതൊരു എടുക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഞാൻ ഒന്നുമില്ല സുരേഷ് ചേട്ടാ, എൻ്റെ അച്ഛൻ അന്നും ഇന്നും എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യണ ജോലി, നമ്മളെന്ന വ്യക്തി പുറത്തു വരാൻ പാടില്ല. ആ ചെയ്യണ ആ ക്യാരക്ടറോ അല്ലാതെ ആ ചെയ്യണ ഒരു പ്രോഡക്റ്റ് അതാണ് മുൻതൂക്കം എടുക്കേണ്ടത്. അല്ലാതെ കാമസൂത്ര ചെയ്യുന്ന സമയത്ത് ശ്വേതാ മേനനല്ല, ദ ഗേൾ ഈസ് ഹോട്ട്. അതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. അച്ഛൻ എപ്പോഴും പറയണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ എൻ്റെ ഏതെങ്കിലും സിനിമ കണ്ടാലും അച്ഛൻ്റെ ഭയങ്കര ഒരു സുരേഷ് ചേട്ടൻ കണ്ട ആളാണ്, സംസാരിച്ച വ്യക്തിയാണ്, ഭയങ്കര ക്രിറ്റിക്കൽ. എനിക്ക് വേറെ ആരും വേണ്ട. എൻ്റെ അച്ഛൻ ഒരു സാധനം പറഞ്ഞാൽ യു ഡിഡ് എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാലേരി മാണിക്യം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉഫ് എന്ത് ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് അതാണ് എൻ്റെ അവാർഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അച്ഛൻ നമ്മളോടൊപ്പം ഇല്ല. അച്ഛനുണ്ട്. പക്ഷെ എനിക്ക് അറിയാവുന്ന വിഷയം ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അച്ഛനുമായിട്ടാണ്. ഒരുപക്ഷെ അച്ഛനടുത്ത് തന്ന സ്വാതന്ത്ര്യം, അച്ഛൻ്റെ സ്നേഹം, ആ കരുതലൊക്കെയാണ് ശ്വേത എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ, അതിൻ്റെ ഒരു സമ്പത്താണ്. പക്ഷെ അച്ഛനില്ലാത്ത ദിവസങ്ങളിലൂടെയാണ് കിടന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ? അമ്മയുണ്ട്, അമ്മയും കുറച്ച് അല്ലേ വിഷമത്തിലൂടെയാണ്. എല്ലാവരും നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിലൊരു ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഭയങ്കര പ്രസന്റ് ആണെന്ന്, വളരെ വാല്യുബിൾ ആണ്. കാരണം വെച്ചാൽ എന്താണ് താങ്കളുടെ ഏറ്റവും വലിയ സ്വപ്നം ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ വാർദ്ധക്യം എനിക്ക് എൻജോയ് ചെയ്യണമെന്നുള്ളത്. അന്ന് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ ഇതാകുമ്പോഴാണ് അല്ലേ. അപ്പോൾ നാളെയും നമ്മുടെ വാർദ്ധക്യം നമ്മളെ തേടി വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കാലത്ത് അതാ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ സുരേഷ് ഏട്ടനോട് എന്ത് പറയണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് കേരളത്തിൽ ചെയ്യേണ്ടത്. ഒരു ഏജ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര മോശമാണ്.
കേരളത്തിൽ. കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്വന്തം, നമ്മളെല്ലാവരും എവിടേക്കോ കർഷകന്മാരുടെ ലീനേജ് ആണ് അല്ലേ? നല്ല പാപ്പം കിട്ടുന്നുണ്ട് അവിടെ. നെഗറ്റീവ് അല്ല ഈ തോട്ട്സ്, മറ്റേ നമ്മുടെ കളിമണ്ണിന് വേണ്ടിയിട്ടുള്ള അല്ലേ, പൂരപ്പറമ്പിൽ പ്രസവം. അതെ, എന്തൊക്കെയായിരുന്നു അന്നും ഈ പറഞ്ഞ വിമർശനങ്ങളിലൂടെ ഒക്കെ പോയ ആളാണ്. പക്ഷെ അതിനൊക്കെ അഗൈൻ അച്ഛൻ്റെ വാക്കുകൾ ഞാൻ പറയാം. നമ്മളൊരു റോഡിൽ നടക്കുമ്പോൾ കുറേ പട്ടികളുണ്ടാവും, അവർ കുറച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പേടിച്ചാൽ പട്ടി വന്ന് കടിക്കും, അല്ലാതെ ഭയങ്കരമായി കുരച്ച് നിങ്ങളെ ഭയങ്കര ഇതാക്കും. അവർ കുരയ്ക്കട്ടെ, നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ വിസിലടിച്ച് പോയാൽ അവർ ചിലപ്പോൾ നമ്മുടെ പിന്നെ അവരും ഇങ്ങനെ വാലാട്ടി വരും. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അന്ധനായ ഒരാൾ കണ്ണ് പൊത്തിച്ചിട്ടല്ല അന്ധത അഭിനയിക്കുക, അതുള്ള ആക്ടിങ്ങിൽ അത് വരണം. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു രീതിയിലൊരു വ്യാഖ്യാനം ഉണ്ടായി. അതിനോട് യോജിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ രംഗം, ഈ ഗർഭിണി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ആ പ്രോസസ്സ് കാണിച്ചു. അല്ല അങ്ങനെയൊന്നുമല്ല. സുരേഷ് ഏട്ടാ, ഓൾറെഡി ഞാനും ശ്രീയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷൂട്ട് ചെയ്യുന്നത്, നമ്മുടേതായ ഒരു പ്രൈവറ്റ് ഇതിന്. അപ്പോൾ ബ്ലെസ്സിയായിട്ട് ഇങ്ങനെ നമ്മൾ സൈമ ഏതൊരു അവാർഡ് സമയത്താണ് എനിക്ക് തോന്നുന്നു, സൈമ എവിടെയോ ഹൈദരാബാദിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യണം, അത് എൻ്റെ കൂടെ ചെയ്യണം എന്നൊന്നുമല്ല. അപ്പം ഞാൻ വാവ് എന്നൊക്കെ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇത് എവിടേക്കോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ശ്രീ ഒരു ഗുജറാത്തിലോ പൂനെയിലോ ഏതോ ഒരു സ്ത്രീ ഇതേ സെയിം സ്റ്റോറി ലൈന് ശ്രീ എന്നോട് ആസ് എ ജേർണലിസ്റ്റ് മൂപ്പര് ഈ സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടേക്കോ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എനിക്ക് പേടിയുണ്ടായിരുന്നത് ശ്രീ ഇനി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ്സ് എല്ലാവരും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നത് ശ്രീ ഇനി ഷൂട്ട് ചെയ്യുമ്പോൾ ബോധം കെട്ട് വീഴുമോ എന്നൊക്കെ. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെ സിനിമയായി എനിക്ക് മോൾക്ക് കൊടുക്കാനുള്ള ഒരു വലിയൊരു ബൈബിളായി. അപ്പോൾ അവൾക്ക് ഒരു 18 വയസ്സാവുമ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ ആ ഒരു ഹാർഡ് കോപ്പി ഉണ്ട് എൻ്റെ അടുത്ത്, അത് അവൾക്ക് ഞാൻ കൊടുക്കും. ബിക്കോസ് അപ്പോഴല്ലേ അവൾക്ക് മനസ്സിലാവുള്ളൂ. ബിക്കോസ് നമ്മളെല്ലാവരും അമ്മയായി കഴിഞ്ഞിട്ടാണ് അമ്മയുടെ വാല്യൂ അറിയണത്. ഒരുപാട് ആൾക്കാർ, അങ്ങനെ എല്ലാവരും അല്ല, ഒരുപാട് ആൾക്കാർ. പക്ഷെ എനിക്ക് എൻ്റെ മോള് അത് 18 വയസ്സാവുമ്പോൾ അവൾ കാണണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ദാറ്റ് അവൾ കാണണം, ദാറ്റ് യുനോ അമ്മ എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് പക്ഷേ ദിസ് ഇസ് ആ ഒരു പ്രോസസ്സാണ്. പെയിൻഫുൾ ബട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പെയിൻ എന്ന് പറയില്ലേ, അത് ഞാൻ അന്നും പറഞ്ഞു, ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സമയമാണ് പ്രഗ്നൻസി. എൻ്റെ പ്രഗ്നൻസി ആണെങ്കിലും ഡെലിവറി ആണെങ്കിലും, ഞാൻ ഡെലിവറി ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബ്ലെസ്സി ഏട്ടൻ്റെ ഡോക്ടർ എല്ലാവരും അവിടെ ഇങ്ങനെ മോളുടെ അതെല്ലാം ഫോട്ടോസ് എല്ലാവരും എടുക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, സോ വാട്ട്സ് എ പ്ലാൻ? ഞാൻ പറഞ്ഞു റെഡി ഫോർ 2, ടേക്ക് 2. അപ്പോൾ എല്ലാവരും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആരും കാണില്ല. ഞാൻ എല്ലാവരും പോയി. ബിക്കോസ് എല്ലാവരും ഭയങ്കര ഇമോഷണലായിരുന്നു. എല്ലാവർക്കും ആ ഒരു നമ്മളല്ലേ ഈ സ്ത്രീകളുടെ, ഞാൻ എപ്പോഴും പറയണ എല്ലാ ഹസ്ബൻഡ്സും ഇന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും, ഹസ്ബൻഡ്സിനോട് പറയും, ഞാൻ പറയും യു ഷുഡ് ബി ദേ വിത്ത് ഹർ. ഒന്നുമില്ല, ആ കയ്യെ പിടിച്ചാൽ മാത്രം മതി. ആ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അടുത്തുള്ള ഒരു ഇത് ഉണ്ടാവും, തോന്നും. സ്ത്രീകളെ പിന്നെ പൊതുനിരത്തിൽ അപമാനിക്കാൻ എന്തെങ്കിലും പേടിയാവും ഈ ഒരു രംഗത്തുണ്ടെങ്കിൽ അല്ലേ? പ്യുവർലി യെസ്. അത് മാത്രമല്ല, അത് വേറെ ഒരു ഫീലിംഗ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അത് ശ്രീ പറയുന്ന ചില വാക്കുകൾ ശ്രീ പറഞ്ഞു. ശ്രീ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ശ്രീ അവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീൻസ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ശ്രീ പൊക്കിൾക്കൊടി കട്ട് ചെയ്യണം എന്ന്. മൂപ്പര് അവിടെ ഉള്ളിൽ മറ്റേ വാളിൻ്റെ ഉള്ളിൽ സ്തംഭിച്ചു. മൂപ്പര് ഇത്ര ദൂരേ ഉള്ളൂ. ഈ ദൂരം മൂപ്പര് പറയാൻ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്തോ അത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കം ശ്രീ, അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, കം ശ്രീ, കമോൺ ഹിയർ, ടേക്ക് ഇറ്റ്, കട്ട് ഇറ്റ്.
ഇപ്പോൾ മോൾ എൻ്റെ ഈ വയറിൻ്റെ മുകളിലും കിടക്കും ചെയ്യുന്നുണ്ട്, ഇത് കട്ട് ചെയ്യില്ല. മൂപ്പര് അവ ഡോക്ടറിന് ദേഷ്യം വന്നത് ഡോക്ടർ പറഞ്ഞു കട്ട് ചെയ്തു. അതൊക്കെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നത്. ബിക്കോസ് എവിടെ ശ്രീന് അത് കഴിഞ്ഞ് പറക്കണുണ്ടായിരുന്നു, ആ മോളുടെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്ന് ആലോചിച്ച് മൂപ്പര് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അല്ല എന്തായാലും അതിനുശേഷം ശ്വേതയോട് ഭയങ്കര സ്നേഹം കൂടി എന്നാണ് ശ്രീ ഭയങ്കര സ്വകാര്യമായിട്ട് എങ്ങനെ പറയാറുള്ളത്. ആണോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? തുഷ്ട, എന്നോട് പറഞ്ഞില്ലല്ലോ. എൻ്റെ എല്ലാ ആറ്റിറ്റ്യൂഡുകളിലൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ട് അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഒരു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 28 കഴിഞ്ഞിട്ടില്ല, 2 ആഴ്ചയെല്ലാം കഴിഞ്ഞപ്പോൾ മൂപ്പര് ഒരു ദിവസം ഇങ്ങനെ മോളെടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പം മൂപ്പര് എന്നെ നോക്കിയിട്ട് അമ്മു യു ഡിഡ് എ ഗുഡ് ജോബ്. എനിക്ക് മനസ്സിലായില്ല, യുനോ. അപ്പോഴാണ് അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത്. ബിക്കോസ് നമ്മളുടെ പാർട്ട്ണറിൻ്റെ അല്ല ഫാമിലീൻ്റെ ഫാമിലിയെല്ലാം പിന്നെ വരിക, പാർട്ട്ണറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും, എല്ലാ ഹസ്ബൻഡ്സും, എല്ലാ കപ്പിൾസും ഭയങ്കര എൻജോയ് ചെയ്യും ഇത്. ഒന്നുമില്ല, ബിക്കോസ് അതിൻ്റെതായ ഇനി ആ ലോകമല്ല, ഇനി ഒരു പുതിയ ലോകമാണ്. രണ്ടാമതൊരാളെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തയൊക്കെ പിന്നെ വിട്ടോ? അത് ഔട്ട് ഓഫ് സ്റ്റേഷനായി ശ്രീ. അപ്പോൾ തൊട്ട് എപ്പോഴും ഞാൻ ഇവിടെ അവിടെ അല്ല, ഞാൻ അവിടെ ആണെങ്കിൽ ഇവിടെ മൂപ്പര്. ഇനി ഷൂട്ട് ചെയ്യണ്ടെന്ന് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും. നീ ബ്ലെസ്സിയേട്ടനോട് ചോദിക്കണോ രണ്ടാം ഭാഗം നോക്കാം. ചിലപ്പം ബ്ലെസ്സിയേട്ടൻ പറയാൻ പറ്റില്ല, ചിന്തിച്ചേക്ക്. രസമുള്ളൊരു സൗഹൃദത്തെ കുറിച്ച് ഞാൻ കേട്ടു സിനിമയിൽ. വളരെ അപൂർവമാണ് ആ സൗഹൃദങ്ങൾ. പക്ഷേ പേരുകളൊക്കെ ഞാൻ പറയാം, എനിക്കറിയാവുന്ന പേരുകൾ: മഞ്ജു വാര്യർ, ഭാവന, പൂർണിമ, ഗീതു മോഹൻദാസ്, ശ്വേതാ മേനൻ, സംയുക്ത വർമ്മ. വളരെ മലയാള സിനിമയിലെ എത്ര പേർക്ക് ആ ദൃഢമായ സൗഹൃദത്തെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറേ കേട്ടുള്ള ഒരു കാര്യമാണ്. ആ സൗഹൃദം ഇന്നില്ല. എന്ത് പറ്റിയതാണ് ആ സൗഹൃദം? എനിക്ക് തോന്നുന്നു നമ്മുടെ കാഴ്ചപ്പാടെല്ലാം മാറി. പിന്നെ എനിക്ക് ഈ എന്താ പറയുക, ഇതിൽ എല്ലാത്തിൻ്റെയും ഒരു ഫൗണ്ടേഷൻ എന്താ പറയുക, ഐ എം എ ഫോജീസ്. എനിക്ക് നേരെ നേരെ പോകും മാത്രമേ അറിയുള്ളൂ. എനിക്ക് വാക്കുകൾ കടിച്ചു ഓടിച്ച് സംസാരിക്കാൻ അറിയില്ല. എൻ്റെ വളരെ ആലങ്കാരിക ഭാഷയൊന്നും ഉണ്ടാവില്ല, പറയാനുള്ളത് നേരിട്ട് പറയും. പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നല്ല കടുകെട്ടി ഇംഗ്ലീഷൊക്കെ വരും. ഇല്ല അങ്ങനെയല്ല. അയ്യോ, അങ്ങനെയല്ല. ബേസിക്കലി ഞാൻ ഒറ്റ മോളാണ്, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്നോട് ആരും കള്ളത്തരം പറഞ്ഞാൽ, ഈ ആരാണെങ്കിലും, അത് ഇവരല്ല ആരാണെങ്കിലും, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ. ഞാൻ ആരും ജീവിതത്തിലൊന്നും വന്നിട്ട് കള്ളത്തരം പറയാറില്ല. അപ്പോൾ എന്നോട് ദൈവത്തിന് ഓർത്ത് അല്ലാതെ വരാതെ ഇരിക്കുക, വന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ ഞാൻ എന്താ പറയുക, തെറ്റായ സാധനങ്ങൾ ആരാണെങ്കിലും, ഇതിപ്പോൾ ഇതിൽ ഒരു പെൺകുട്ടിയോ അല്ല എല്ലാവരും അല്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സ്വരച്ചർച്ച കള്ളം പറഞ്ഞതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. കള്ളത്തരം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ എല്ലാവരെയും പറഞ്ഞവരെ പറ്റിക്കുകയായിരുന്നു, അതോ ശ്വേതയെ മാത്രമായിരുന്നു, അതോ ഈ 6 പേർക്കും അറിയാമായിരുന്നു അവരെ പറയുന്നത്? അല്ല, അന്ന് എനിക്ക് തോന്നിയത് ഞാനാണ് ഏറ്റവും അവസാനം. ഞാൻ ബോംബെക്കാരത്തിയാണ്. പിന്നെ എനിക്ക് തോന്നി ഞാൻ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ബോളിവുഡിൽ നിന്ന് വന്ന ആൾ, എനിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വെറുതെ വലിയാൻ തുടങ്ങി, പുറത്തുനിന്നെല്ലാം ഇങ്ങനെ അറിയാതെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി. അല്ല, അതിനൊരു പശ്ചാത്തലമായ സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പം നടക്കുന്ന ദിലീപ് മഞ്ജു വാര്യരുടെ ഒരു അല്ല, അത് മാത്രമല്ല, അതൊന്നുമല്ല. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. അത് ഇപ്പോൾ വേറൊരു രീതിയിലാണ്. പക്ഷെ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മളൊന്നും ഫൈറ്റോ യുദ്ധം ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കത് ഭയങ്കരമായി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ ഒരാളാണോ കള്ളത്തരം പറഞ്ഞു? വാട്ട് എവർ.
അല്ല ഈ അത് എല്ലാവരെയും ബാധിക്കണമല്ലോ, ആ കള്ളത്തരം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരെയും ബാധിക്കണ്ടേ ആ വിഷയം? അല്ല, അവരെല്ലാവരും ഇപ്പോഴും സൗഹൃദമല്ലേ, നല്ല ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ശ്വേത ഇല്ല എന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ആരും ജീവിതമൊന്നും സ്റ്റോപ്പ് ആയിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ല, വളരെ ഭയങ്കര രസമുള്ള സൗഹൃദമായിരുന്നു. ഒരുപാട് കൂടിച്ചേരലുകളും ഒരുപാട് ഇടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലം. അല്ല, ഞാൻ ഇന്നും അവർ ഇൻഡിവിജ്വലി ആയി കാണുമ്പോൾ നമ്മൾ ടൈം ഇസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ് സുരേഷ് ഏട്ടാ. നമ്മൾ ഇത് എപ്പോഴോ നടന്നു, ഇന്ന് അതൊന്നും എൻ്റെ മനസ്സിലൊന്നുമില്ല സത്യം പറയാം. ഞാൻ അവരെ കാണുമ്പോൾ ഐ എം വെരി നൈസ് ടു ദം. ഇൻഡിവിജ്വലി ഞാൻ ആരെ കണ്ടാലും, പക്ഷെ ഞാൻ ആ ടീമിൻ്റെ ഭാഗമല്ല, ആ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല, അല്ലാതെ ആ ഫ്രണ്ട്സിൻ്റെ ഗേൾസിൻ്റെ ഭാഗമല്ല. അവരൊരു കള്ളത്തരം പറഞ്ഞിട്ടാണ് ശ്വേത മടങ്ങി എന്ന് പറയാം. മറ്റുള്ളവർക്കെങ്കിലും അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൂടെ എന്തെങ്കിലും തോന്നിയിട്ടില്ലേ? അല്ല, ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കാലത്ത് തന്നെയാണ് ഈ WCC എന്നൊക്കെ പറയുന്ന ഒരു ഈ സംഘടന ഉണ്ടാകുന്നത് അല്ലേ? അപ്പം അതിൽ ഈ ശ്വേത പോവാതിരുന്നതും അതൊരു കാരണമാണോ? അയ്യോ, ഞാനിത് അറിഞ്ഞത് ഞാനും ദുൽഖറും മസ്കറ്റിലൊരു ഇനോഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് മീഡിയ അങ്ങനെ വിളിച്ചു. ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ. ഞാൻ ഇതെന്താണ് ദുൽഖറും ഞാനിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ദുൽഖർ എനിക്ക് തോന്നി എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും കേരളത്തിൽ, എന്തുകൊണ്ടാണിത്. അപ്പം ഞാൻ ദുൽഖർ എന്തെങ്കിലും ഡിക്യുവിൻ്റെ ഫോണിൽ, അപ്പോൾ ഡിക്യുവിൻ്റെ ഫോൺ ഡിക്യുവിൻ്റെ അടുത്തില്ല, എൻ്റെ ഫോൺ എൻ്റെ അടുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ മറ്റേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് വെറുതെ ഒരു ഫംഗ്ഷനിൽ ഇരുത്തിയപ്പോൾ ഞാൻ ഏതോ ഒരു എനിക്ക് ഓർമ്മയില്ല ആരെയോ എടുത്തപ്പോൾ അവർ പറഞ്ഞു ശ്വേത മേനൻ നിങ്ങൾ WCCൻ്റെ ഭാഗമല്ലേ? ആണോ? ഞാൻ പറഞ്ഞു WCCയോ? ഈ ഇത് MCC മലബാർ ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ അതൊക്കെയാണ് വിചാരിച്ചത്, മലബാർ ക്രിസ്ത്യൻ കോളേജ് കോഴിക്കോട്. ഞാൻ പറഞ്ഞല്ല, ഞാൻ സെൻട്രൽ സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇത് ഒന്നാണെങ്കിൽ ആ WCCൻ്റെ ഫുൾ ഫോം അത്ര നല്ല ഇംഗ്ലീഷൊന്നും എനിക്കറിയില്ല. വുമൻ ഇൻ കളക്റ്റീവ് സിനിമ. അയ്യോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല, അത്രയൊന്നും പറയാനുള്ള വിദ്യാഭ്യാസം. ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് അത് ഇതൊക്കെ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് അറിയണത് WCC. പക്ഷെ എന്നെ അവരാരും വിളിച്ചിട്ടുമില്ല, അതിൻ്റെ ഞാൻ ഭാഗമോ ആയിട്ടില്ല. എന്നോട് ആരും അതിനൊരു മെമ്പർഷിപ്പ് വന്നു. പിന്നെ ഞാൻ അമ്മ മെമ്പറാണ്. ഐ എം വെരി പ്രൗഡ് ടു ബി അമ്മ മെമ്പർ. ഞാൻ അമ്മയുടെ അടുത്തുനിന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വേറെ ഒരു ഓർഗനൈസേഷനിൽ പോയിട്ട് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. WCCക്കാർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നേടിയെടുക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമല്ല എന്നൊരു തോന്നലുണ്ടാവാം. അല്ല, എനിക്ക് ഇന്ന് വരെ അവരുടെ എന്താ അജണ്ട എന്ന് മനസ്സിലായിട്ടില്ല. ബിക്കോസ് എന്താണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഏതോ ഒരു ഫംഗ്ഷനിൽ പോയപ്പോൾ എന്നോട് അന്ന് സുകുമാരി അമ്മ, പിന്നെ ഷീല അമ്മ, ഇവരെല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്നമ്മ എന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നീ എന്താ മെമ്പറാ? ഞാൻ പറഞ്ഞു ഇല്ല, അടിച്ചിടുമേ എന്നോട് സുകുമാരി ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, ഞാൻ അങ്ങനെയൊന്നും ഇല്ലാതെ. അപ്പോൾ എന്താണ് എന്ന് എനിക്ക് ഇന്ന് വരെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനത്തെ ഒരു ഫൈറ്റർ ആളല്ല. അല്ലാതെ ഞാൻ ബിഗ് ബോസിൽ 100 ദിവസം അവിടെ നിന്നേനെ. എനിക്ക് അങ്ങനെ ഒരു ഫൈറ്റിംഗ് ചെയ്യാൻ, എനിക്കൊരു കാര്യം പറയണമെങ്കിൽ അത് ഞാൻ പറയും. അത് ഞാൻ വെറുതെ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കില്ല. ഞാൻ കുരയ്ക്കണ പട്ടിയല്ല, ഒരു പ്രാവശ്യമേ കടിക്കുള്ളൂ. അല്ലാതെ ഓന്ന് ചെയ്തൊന്നും ഇരിക്കില്ല. ഒരു കടി കടിക്കും, പക്ഷെ നല്ല കടി കടിക്കും. ആ, ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്തെല്ലാം പോകുന്നത് അതുകൊണ്ടാണ്. ഏനോ അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ഇതുവരെ കടി കൊടുത്തിട്ടുണ്ടോ? ഏതമ്മ? ഞാൻ ശാരദ. എന്റെ അമ്മയ്ക്ക് ഞാൻ കടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടി കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ആണ്. ഇല്ല, എന്നെയും ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാനും തന്നിട്ടില്ല, എന്നെ ആരും കഴിക്കാനും. എപ്പോഴെങ്കിലും കഴിക്കണമെന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓ, അങ്ങനെയൊക്കെ ഇങ്ങനെ അതിന് എനിക്ക് അമ്മ ഒന്നും വേണ്ട. എന്തായാലും അമ്മയുടെ പൊതുയോഗം വരികയാണ് അല്ലേ? മത്സരത്തിന് രംഗത്തുണ്ടോ ഇത്തവണ? ഇല്ല. എന്ത്? ഒരു പ്രാവശ്യം മത്സരിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ മറ്റേ സ്പോർട്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ആദ്യമായിട്ടാണ് ഞാൻ ആൾക്കാരുടെ അടുത്ത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ
നമ്മുടെ തുടക്കത്തിൽ എന്തെങ്കിലും ഇനി പൊളിറ്റിക്സിൽ പോകണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ടീസർ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വോട്ട് ചെയ്യണേ, ഒന്ന് വോട്ട് ചെയ്യണേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ആൾക്കാരെ വിളിച്ച് സംസാരിക്കാൻ കിട്ടിയ ഭയങ്കര സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയുള്ള ഒരാളും കൂടെ. പക്ഷേ ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. കുറച്ച് മെമ്പേഴ്സ്, വരാത്ത കുറേ മെമ്പേഴ്സ് ഞാൻ അവരെ വിളിപ്പിച്ചു, അല്ലാതെ വീഡിയോ കോൾ അങ്ങനെ. അത് മതി. ഇനി ആൾക്കാർ വരട്ടെ. സത്യം പറഞ്ഞാൽ നമ്മൾ പറയല്ലേ, ഞാൻ അതാ പറഞ്ഞു, വോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈസി മെമ്പറോ അല്ലാതെ ആ ഒരു വേദിയിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താ ടെൻഷൻ. അപ്പോൾ പുതിയ ആളുകൾ വരണമെന്നാണ് ശ്വേത ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ തലമുറ പ്രത്യേകിച്ച്. കാരണം അവരൊക്കെ കുറച്ച് നകന്ന്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ തലമുറ തന്നെയാണ്. അപ്പോൾ പിന്നെ ശ്വേതയ്ക്ക് ഒന്നുകൂടെ മത്സരിക്കാം. ഓ അങ്ങനെ. ആരായിരിക്കാം പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനത്തൊക്കെ വരാൻ സജസ്റ്റ് ചെയ്യാവുന്ന 1-2 പേര് പറയാം. സജസ്റ്റ് ചെയ്യാമല്ലോ, ഇന്ന ആൾ വന്നാൽ അത് അതിന് ആ പ്രസിഡന്റ് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. രാജു വരട്ടെ. രാജു വരട്ടെ. പിന്നെ ഏതെങ്കിലും സ്ത്രീ വരട്ടെ. പേരില്ലേ സ്ത്രീക്ക്? ഏതെങ്കിലും സ്ത്രീ വരട്ടെ. സ്ത്രീ അങ്ങ് വാങ്ങണമെന്ന്. സത്യം പറഞ്ഞാൽ ആ സ്ഥാനത്ത് എനിക്ക് ഇന്നസെന്റ് അങ്കിൾ കഴിഞ്ഞിട്ട് വേറെ ആരും നോക്കാം. ഇപ്പോൾ ലാലേട്ടൻ ഉണ്ടെങ്കിലും പക്ഷെ നത്തിങ് ലൈക്ക് ഇന്നസെന്റ് അങ്കിൾ. ഇന്നസെന്റ് അങ്കിൾ വാസ് ദ ബെസ്റ്റ്. ഐ തിങ്ക് നമ്മളല്ലേ ഒരേ സമയത്ത് ലാലേട്ടനും മമ്മൂക്കേനെയും മയിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾക്കാരാണ് ഇന്നസെന്റ് അങ്കിൾ. അതിപ്പോൾ ലാലേട്ടൻ ഇസ് ഡൂയിങ് ഫാൻറ്റാസ്റ്റിക്. മൂപ്പർ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫൺ. പക്ഷേ ലാലേട്ടൻ ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും അതേ പാർട്ടിസിപ്പേഷനാണ്. ഏത് ഫങ്ഷൻ ആണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും മൂപ്പർ ചിലപ്പോൾ ഇവിടെ ഇരുന്നാൽ 10 ഡാൻസ് ചെയ്യും, അവിടെ ഇരുന്നാൽ 20 ഡാൻസ് ചെയ്യും. അത്രേ വ്യത്യാസമുള്ളൂ, യുനോ. പക്ഷേ ദാറ്റ് ഈസ് ആ ഒരു എനർജി മൂപ്പർക്ക് ഇവിടെ ഒരു സ്ഥാനം കൊടുത്തില്ലെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും മൂപ്പര് എന്താ പറയുക 1000% ഡെഡിക്കേഷൻ കാണിക്കും. അതൊന്നും. അപ്പം പുതിയ ഭാരവാഹികൾ വരട്ടെ, അമ്മ മുന്നോട്ട് സന്തോഷത്തോടെ മുന്നോട്ട് അല്ലേ. ഇപ്പൊ ഇത്രയും പറഞ്ഞ് ഒരു പക്ഷേ ഒരു സിനിമ വിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പൊ സിനിമയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനശ്വരം വിട്ടൊരു കാര്യം തുടങ്ങാൻ പറ്റില്ല ശ്വേതയുടെ കരിയറിനല്ലേ, അല്ലേ. 91 ജോമോന്റെ പടം, മമ്മൂക്ക താരമായിട്ട്. എനിക്ക് ഇപ്പം മുടി ഇങ്ങനെ കെട്ടിയപ്പോൾ എനിക്ക് പഴയ ശ്വേത ഓർമ്മ വരുന്നു. അനശ്വരത്തിലെ ശ്വേത, സ്കൂൾ കുട്ടി എന്താ അതിനൊക്കെ വേണ്ടി മേക്കപ്പ് ചെയ്ത് വന്നേന്ന് തോന്നല്ലോ. ഇങ്ങനെ സ്കൂൾ കുട്ടിയാ? അല്ല, ഞാൻ ഇന്നും സ്കൂൾ കുട്ടിയാ. എന്നും സ്കൂൾ കുട്ടിയായിരിക്കട്ടെ, അതൊരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ ഉള്ളിലത്തെ ആ ഭാവ അത് മാറിയിട്ടില്ല കേട്ടോ, അത് മാറൂല. അത് എല്ലാവർക്കും അങ്ങനെയാണ്. അനശ്വരം എന്ന് പറയുന്നത് ഇപ്പോഴും ശ്വേതയുടെ ഓർമ്മകളിലെ ഏറ്റവും ഓർക്കാൻ പഠിക്കുന്ന, അല്ലേ, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന മുഹൂർത്തങ്ങളിലൊന്നായിരിക്കണം. ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴും അത് ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയുള്ളൊരു കാര്യമാണ് അന്നത്തെ ആ കടന്നു വരവ്, ആ സിനിമയിലേക്കുള്ള വരവ്. നമ്മുടെ ഫാമിലി ഡോക്ടർ ജോർജ് പന്നിക്കൽ, മൂപ്പര് കോഴിക്കോട് ഹോമിയോ ഡോക്ടറാണ്. മൂപ്പരുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ജോമോനേട്ടൻ. അപ്പോൾ ജോമോനേട്ടൻ എനിക്ക് തോന്നുന്നു അനശ്വരം മമ്മൂട്ടീൻ്റെ കൂടെ ഓൾറെഡി ഷലാക്ക കാർണിക് പറഞ്ഞൊരു ബോംബെത്തെ ഒരു കുട്ടി ഓൾറെഡി ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ അനശ്വരം. എനിക്ക് തോന്നുന്നു ഒരാഴ്ച എന്തോ അവർ ഷൂട്ട് ചെയ്തിട്ട് എന്താ പറ്റിയ എനിക്കറിയില്ല. മൂപ്പര് മഹാറാണിയിൽ പോകാറുണ്ടായിരുന്നു ഡോക്ടർ ജോർജ്. അപ്പോൾ അവിടെ എന്തോ ചർച്ച നടന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു, നമ്മുടെ ഒരു കുട്ടീൻ്റെ 34 അഭിനയമൊന്നും അറിയില്ല, മലയാളം അറിയില്ല. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു മലയാളിയാണോ? മലയാളിയാണ്. അപ്പോൾ പിന്നെ മലയാളം പറയിപ്പിച്ചോളാം, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവൾക്ക് അറിയാമല്ലോ. എന്താ അറിയില്ല എനിക്കറിയാം. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ഒരു ഫോൺ വന്നു, മമ്മൂക്കേൻ്റെ ഫോണാണ് വന്നത്. അച്ഛൻ ഫോൺ എടുത്തു. അപ്പോൾ കഴിഞ്ഞ അച്ഛനോട് ചോദിച്ചു മമ്മൂക്ക അങ്ങനെ എൻ്റെ ഒരു സിനിമയാണ് എൻ്റെ ഹീറോയിനായിട്ട് എന്നൊക്കെ. അപ്പോൾ അച്ഛന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതെന്താ. ബിക്കോസ് തീരെ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളല്ല. അച്ഛൻ വാണ്ടഡ് മീ ടു ബിക്കം എയർ ഹോസ്റ്റസ് ഓർ എയർ ഫോഴ്സ് പൈലറ്റ് ഓർ ഡോക്ടർ. ഇതൊക്കെ വിചാരിച്ച ഒരാൾ സഡൻലി സിനിമ നടിയാവാൻ പോകുന്നു. ഞാൻ ഫോൺ എടുത്തു, മമ്മൂക്ക പറഞ്ഞു ഹലോ മമ്മൂട്ടി